പക്ഷെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പുലർച്ചയോടുകൂടിയാണ് അജിയെ ആക്രമിച്ച് ആന കൊലപ്പെടുത്തിയത്. ഇതിനകം തന്നെ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വനം മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. കാട്ടാന വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ പരാക്രമമാണ് ഉണ്ടായത്. കർണാടകം കാട്ടിലാക്കിയ ആനയാണ്. ഈ ആനയുടെ പേര് ബേലൂർ മാഗ്ന എന്നാണ്. ഈ വിവരവും കിട്ടിയിട്ടുണ്ട്. ആന നാട്ടിലുണ്ടെന്ന വിവരം 4 ദിവസം മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ ഈ റേഡിയോ കോളർ സിഗ്നൽ കിട്ടുന്നില്ല എന്ന പരാതിയാണ് കേരളം നൽകുന്ന വിശദീകരണം. കേരള വനം വകുപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് കർണാടകത്തോട് ആവശ്യപ്പെട്ടത്, സിഗ്നൽ വേണമെന്ന്. പക്ഷേ കർണാടകം ഈ സിഗ്നൽ നൽകിയിരുന്നില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം വിശ്വസിക്കാവുന്നതാണ് എന്ന് ഇനി അറിയാൻ ബാക്കിയുണ്ട്. അതേസമയം ജനപ്രതിനിധികൾ പറയുന്നത് വനം വകുപ്പ് പരാജയമായിരുന്നു. നാട്ടുകാരും അങ്ങനെ തന്നെ പറയുകയാണ്. ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല ഈ ആനയുടെ എവിടെയാണ് ആന ഉള്ളത് എന്നതിനെക്കുറിച്ച്. ഇതും നാട്ടുകാർ പറയുന്നുണ്ട്. ടി സിദ്ദിഖ് MLA, കൽപ്പറ്റ ജനപ്രതിനിധിയായ ടി സിദ്ദിഖ് MLA ആരോപണം ഉന്നയിച്ചിരുന്നു വനം മന്ത്രിക്കെതിരെ. അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും ആരോപണം ഉന്നയിച്ചിരുന്നു വനം മന്ത്രിക്കെതിരെ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജിൻസ് ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്ന്. ജിൻസ്, എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ്? ഇപ്പോൾ വനം മന്ത്രി സ്ഥലത്തേക്ക് വരണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാർ. പക്ഷേ വനം മന്ത്രി അങ്ങോട്ട് വരുന്നുണ്ടോ? എന്തുറപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി പ്രതിഷേധത്തിൽ നിന്ന് മാറുകയുള്ളൂ? എന്താണ് നാട്ടുകാർ പറയുന്നത്? രഞ്ജിഷ്, വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ ഇപ്പോൾ മാനന്തവാടി ഗാന്ധി പാർക്കിൽ എത്തിക്കൊണ്ട് പ്രതിഷേധം കനക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാനന്തവാടി നഗരം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ആക്രമണകാരിയായ ആനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച ബേലൂർ മഗ്ന എന്നറിയപ്പെടുന്ന ഈ കാട്ടാനയാണ് ഈ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബർ 30-നാണ് ഈ കർണാടകയിലെ ഹസനിൽ വെച്ച് ഈ മോഴയാനയെ പിടികൂടിയത്. തുടർന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന മൂലഹള്ള വന്യജീവി റേഞ്ചിലാണ് ഇതിനെ തുറന്നു വിടുകയുണ്ടായത്. അതിനുശേഷമാണ് ഇത് ഇവിടെ എത്തിക്കുകയുണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ ഉത്തരമേഖല CCM മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഒരു മോഴയാന കൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന ഈ വയനാടൻ കാടുകളിൽ എത്തിയിട്ടുണ്ട്, അതിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് അറിയിച്ചത്. എന്തായാലും ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പിനെതിരെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ കൃത്യമായി ഈ ആന എവിടെയുണ്ട് എന്ന് അറിയിക്കാനോ വനംവകുപ്പിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഈ ജനവാസ മേഖലയിൽ എത്തിയത്. അപ്പോൾ പോലും ജനങ്ങളോട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്. ജിൻസെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആന എവിടെയാണ് എന്നുള്ള കാര്യം അത് സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? വനം വകുപ്പ് ഉടൻ തന്നെ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് വനമന്ത്രി പറയുന്നു. മയക്കുപിടി വെക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്ന് സാധ്യമാകുന്ന കാര്യമാണോ? എന്താണ് അതേക്കുറിച്ച് പറയുവാനുള്ളത്? നിലവിൽ കുറുക്കുമൂല പ്രദേശത്താണ് ഈ കാട്ടാനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഇത് ജനവാസ മേഖലയും അതുപോലെ തന്നെ വനവും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ ഘടകം. അതേസമയം ഇത് വനത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതിന് ഒരു സന്ദർഭം ഒത്തുവന്നാൽ മാത്രമാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അതുപോലെ തന്നെ ഇപ്പോൾ കേരള വനം വകുപ്പ് പറയുന്നുണ്ടല്ലോ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയിരുന്നില്ല എന്ന്. ഇത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ ആരോപണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണോ വനം വകുപ്പ് ഇങ്ങനെ പറയുന്നത്? നേരത്തെയും ഇതുപോലെ തന്നെ തണ്ണീർക്കൊമ്പന്റെ കേസിലും ഇതേ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. കർണാടക വനംവകുപ്പിനെതിരെയായിരുന്നു കേരള വനംവകുപ്പ് വഴിചാരിയത്. അതേ സംഭവം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കൊമ്പന്റെ കേസിലും ഉണ്ടായിട്ടുള്ളത്. കർണാടക വനംവകുപ്പ് ഘടിപ്പിച്ച ഈ റേഡിയോ കോളർ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ആന്റിനി അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഈ കർണാടക വനംവകുപ്പ് നൽകാത്തതാണ് ഈ പ്രതിസന്ധിയിലേക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കേരള വനംവകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ ഇത് വാങ്ങിയെടുക്കാൻ എന്തുകൊണ്ട് വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതും നിലവിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പിന് കഴിയാത്തത് വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് നിലവിൽ
നാട്ടുകാർ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം വരുന്നത്. DFO അടക്കമുള്ളവർ, DFO അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പ്രദേശത്ത് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ സർവകക്ഷി യോഗം ചേരുകയാണ്. സബ് കളക്ടർ ഓഫീസിൽ വെച്ചാണ് നിലവിൽ ഈ സർവകക്ഷി യോഗം ചേരുന്നത്. എന്തായാലും ജനപ്രതിനിധികളും മാനന്തവാടി രൂപത പ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മാനന്തവാടി MLA ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഈ ചർച്ചയ്ക്ക് പരിഹാരം ആകുന്നതിനു വേണ്ടിയുള്ള ഒരു സർവകക്ഷി യോഗം ചേരുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ സന്ദർഭം ഒത്തു വന്നാൽ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവും നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി ജിൻസ്, എന്തായാലും മയക്കുവെടി വെക്കുവാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വനമന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റി? നാലാളെ കൊണ്ട് ഇത്രയും കളക്ടർ ഇല്ല, DFO ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റ്. അപ്പൊ റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന പുറത്തേക്ക് വരുമ്പോ അതിന്റെ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവണം. ആ ട്രാക്കിംഗ് നിയന്ത്രിക്കേണ്ടത് വനംവകുപ്പാണ്. അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം. ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ല.